ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനുമായുള്ള തുടർച്ചയായ സംഘർഷത്തിൻ്റെ ഫലമായി അമേരിക്കയുടെ കയ്യിൽ ആയുധങ്ങൾ കമ്മിയായി തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനുമായി മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ പക്കലുള്ള ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ വലിയ ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞതായും അമേരിക്ക കടുത്ത ആയുധക്ഷാമം നേരിടുന്നുണ്ട് എന്നുമാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അമേരിക്കയുടെ പക്കലുണ്ട് എന്നും ആവശ്യത്തിൽ കൂടുതൽ കരുത്ത് രാജ്യത്തിനുണ്ട് എന്നുമൊക്കെ ട്രംപ് ആവർത്തിച്ച് പറയുമ്പോൾ കൂടിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യത്തിന് ആൾനാശം സംഭവിക്കാതിരിക്കാൻ പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ വ്യോമാതിർത്തിയിലേക്ക് അയക്കുന്നതിന് പകരം ദീർഘദൂര മിസൈലുകളാണ് ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതുമാണ്. അമേരിക്കൻ ആയുധശേഖരത്തിലെ ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളിൽ പകുതിയും ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പേട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകളുടെ 65% അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ താഡ് മിസൈലുകളിൽ 38% ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാവിയിൽ ചൈന ഉൾപ്പെടെയുള്ള ശക്തരായ എതിരാളികളുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമുണ്ടായാൽ അത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കില്ലേ? പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നവയല്ലല്ലോ ഈ പറഞ്ഞ ആയുധങ്ങളെല്ലാം. അപ്പോൾ അമ്പേ പാളിപ്പോയോ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ? നമുക്ക് ആ കരാറ് മുഴുവനും മാറ്റിവെച്ച് സംസാരിക്കാം. ആത്മപരിശോധന നടത്തേണ്ട സമയമാണ് അമേരിക്ക. തങ്ങളിവിടെ നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു, തങ്ങളുടെ പരമ്പരാഗതമായ സ്ട്രെങ്ത് അത് ലോകമറിയുന്നതാണ്, തങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. ആ സ്ട്രെങ്ത് വെച്ചാണ് ഇറാൻ എന്ന രാജ്യം വെനിസ്വേല കീഴടക്കിയതുപോലെ വളരെ എളുപ്പം ഇറാനെ കീഴടക്കാം എന്ന ധാരണയിലാണ് അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിൽ ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് മുഖ്യ ഉപദേശം നൽകേണ്ട പെൻറ്റഗൺ, അതുമാത്രമല്ല മുഖ്യ ഉപദേഷ്ടാവ്, സൈനിക ഉപദേഷ്ടാവ് പീറ്റർ ഹെക്സത്ത് എന്ന ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹം തന്നെ ഹാൻഡ് പിക്ക് ചെയ്തയാളാണ്. വളരെ ഹോക്കിഷ് ഒരു നിലപാടാണ് എടുത്തത്. അതായത് എത്രയും പ്രഹരം ഇറാനെ ഏൽപ്പിക്കാം, എത്രയും ചെറിയ സമയം കൊണ്ട്. വെനിസ്വേലയിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ഏതാനും മണിക്കൂർ കൊണ്ട്, പരമാവധി ഒരാഴ്ച കൊണ്ട്, വേണ്ടി വന്നാൽ പരമാവധി ഒരു മാസം കൊണ്ട് തങ്ങളുടെ 3 ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റിയെടുക്കാം. ഒന്ന്, ഇറാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി കംപ്ലീറ്റ്ലി ഡെസിമേറ്റ് ചെയ്യാം. 2, ഇറാൻ്റെ ഭരണകൂടം മാറ്റിമറിക്കാം. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാ പഹലവിയുടെ മകൻ റിസ പഹലവിയെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി വാഴിക്കാം. ഇറാൻ ജനത അമേരിക്കയോടൊപ്പം നിൽക്കും എന്ന ഒരു മിഥ്യാധാരണ. 3-മത്തേത്, ഇതിനേക്കാൾ പ്രധാനമാണ്, അങ്ങനെ വരുന്ന ഭരണകൂടവുമായി തങ്ങൾ സമഗ്രമായ ആണവ ഉടമ്പടിയിലെത്തി നിന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ എല്ലാം സംരക്ഷണം തുടരാം. ഇസ്രയേലിൻ്റെ കൽബിൽ ഒരു വലിയ നേട്ടം, വലിയ ഒരു സ്ഥാനം നേടിയെടുക്കാം. ഇതൊക്കെയായിരുന്നുള്ള അമേരിക്കയുടെ പ്രതീക്ഷകൾ. ഒന്നും തന്നെ പൂവണിഞ്ഞില്ല. തൊട്ടതെല്ലാം വെനിസ്വേലയിൽ പൊന്നായി. ഹ്യൂഗോ ഷാവേസിൻ്റെ പിൻഗാമി നിക്കോളാസ് മഡൂറോയും കൊണ്ട് അമേരിക്ക ഇങ്ങനെ പോന്നു. അതുപോലെ ആയത്തുള്ള അലി ഖൊമേനിയെയും പൊക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മസൂദ് പെസഷ്കിയാൻ എന്ന പ്രസിഡന്റിനെയോ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയെയോ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫിനെയോ എല്ലാം പൊക്കിയെടുത്തുകൊണ്ട് അമേരിക്കയിൽ വന്ന് അങ്ങ് വിചാരണ ചെയ്ത് കളയാം. സദ്ദാം ഹുസൈനെ തൂക്കിയെടുത്തതുപോലെ പൊങ്ങുന്ന ചരക്കാണിതൊക്കെ എന്ന ചിന്തയാണ് അസ്ഥാനത്തായത്. അപ്പോൾ പിന്നെ സ്ട്രാറ്റജി മാറ്റി പിടിക്കേണ്ടി വന്നു. മാക്സിമം പ്രഷർ, പേടിപ്പിച്ചിട്ട് പേടിക്കുന്നില്ല. വിമാനവാഹിനി കപ്പലുകൾ 1 അല്ല 2 അല്ല 3 ജെറാൾഡ് ഫോർഡിൻ്റെയും എബ്രഹാം ലിങ്കൻ്റെയും മറ്റൊരു വിമാനക്കപ്പലിൻ്റെ എല്ലാം തന്നെ അകമ്പടിയോടുകൂടി വൻപൻ സന്നാഹം. അതിന് മുന്നിൽ ഇറാൻ പകച്ചില്ല. മാത്രമല്ല, അങ്ങോട്ട് നടത്തിയ ഓരോ ആക്രമണത്തിനും കൃത്യമായ മറുപടി ഉണ്ടായി. നോ അറ്റാക്ക് റിമെയിൻഡ് അൺആൻസേർഡ് ഫ്രം ഇറാൻ. ഇപ്പോൾ ഇറാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രതിരോധശേഷി, ഏറിയൽ ഡിഫൻസ് സിസ്റ്റം തകർന്നു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, കുറേയൊക്കെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം തകർന്നു ഇറാൻ്റേത്. റൈഡാറുകൾ വലിയ തോതിൽ നശിപ്പിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇറാൻ്റെ S-300, S-400 സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആയുധങ്ങളില്ലാതെ വന്നേക്കാം. അപ്പോൾ വ്യോമ പ്രതിരോധത്തിൽ പാളുന്നു. പക്ഷേ അപ്പോഴും ഇറാൻ്റെ വൈവിധ്യങ്ങൾ 31 പ്രവിശ്യകളായി തിരിച്ചുള്ള മൊസൈക്ക് ഡിഫൻസ് എന്ന വലിയ രീതിയിലുള്ള
ഡീസെൻട്രലൈസ്ഡ് ഡിഫൻസ് സിസ്റ്റം അവിടെ നിൽക്കുന്നു. അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ, അതിനെ മറികടക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: നിരന്തരമായി മിസൈലുകൾ അയക്കുക. അങ്ങനെയാണ് വളരെ വില കൂടിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പലയിടത്തു നിന്നും അമേരിക്ക അയക്കേണ്ടി വന്നു. അതിൻ്റെ വലിയ ശേഖരം ടോം ഹോക്ക് മിസൈലുകൾ, മറ്റ് ക്രൂയിസ് മിസൈലുകൾ, ഈ മിസൈലുകളുടെ എല്ലാം ശേഖരം മധ്യപൗരസ്യ പ്രദേശത്തെ പല രാജ്യങ്ങളായി അടുക്കി വരികയായിരുന്നു. അതിൻ്റെ ശേഖരത്തിൽ ഭീമമായ കുറവുണ്ടായി. അപ്പോൾ ഓരോ ആക്രമണം നടക്കുമ്പോഴും ഇറാൻ പ്രത്യാക്രമണം നടത്തുമല്ലോ. പ്രത്യാക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ 19-ൽ പരം താവളങ്ങളുണ്ട്. അൽ-ഉദൈദ് വ്യോമതാവളം ഖത്തറിലുള്ളതുപോലെ, ഈ 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹറിലെ മനാമയിലുള്ളതുപോലെ വിവിധ ഇടങ്ങളിലുള്ള താവളങ്ങൾ ജോർദാനിലും ഇറാഖിലും GCCയിലെ എല്ലാ രാജ്യങ്ങളിലും ഉള്ള താവളങ്ങൾ. ഈ താവളങ്ങളിൽ ശേഖരിച്ച് വെച്ചിരുന്ന 1280 ഈ ഡിഫൻസ് സംവിധാനങ്ങളാണുള്ളത്. 1280 എണ്ണം താഡ് ആൻഡ് പേട്രിയോട്ട് മിസൈൽ സംവിധാനങ്ങളാണ്. അതിൻ്റെ സിംഹഭാഗവും ഉപയോഗിച്ച് തീർത്തു. ഈ പേട്രിയോട്ട് മിസൈലുകളുടെ ഭീതിതമായൊരു കുറവാണ് വന്നത്. ഏതാണ്ട് 65-70% പേട്രിയോട്ട് മിസൈലുകളും ഉപയോഗിച്ച് തീർത്തു. അതായത് ഒരു ഇറാനിയൻ ഡ്രോൺ കടന്നു വരുമ്പോൾ വെറും 20 ലക്ഷം രൂപ മുടക്കുന്ന ഡ്രോണാണ്. ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ 20 ലക്ഷമല്ല 20 കോടിയുടെ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുകയാണ്. ഒന്നല്ല, ഒരു ഡ്രോണിനെ തകർക്കാൻ ഒന്നിലധികം മിസൈലുകൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് കുതിച്ചു പൊങ്ങുമ്പോൾ, പേട്രിയോട്ട് സംവിധാനത്തിൽ നിന്ന് കുതിച്ചു പൊങ്ങുമ്പോൾ അത് വലിയ ചിലവാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, അതുമാത്രമല്ല അതിൻ്റെ എണ്ണം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ അമേരിക്ക യുദ്ധം നിർത്തിവെച്ചതിൻ്റെ പിന്നിൽ ആയുധങ്ങളിൽ, പ്രതിരോധ ആയുധങ്ങളിൽ, ആക്രമണായുധങ്ങൾ വന്ന കുറവല്ല, മറിച്ച് പ്രതിരോധ ആയുധങ്ങളിൽ ഈ പ്രതിരോധ മിസൈലുകൾ, പ്രത്യേകിച്ചും ധാഡും പേട്രിയോട്ട് മിസൈലുകളാണ്. ഈ മിസൈലുകളുടെ എണ്ണത്തിൽ വന്ന കുറവാണ്. അത് വലിയൊരു കാര്യം. ഇപ്പോൾ 1280-ൽ നിന്നും കേവലം 200 ചില്ലുവാനും ഈ ഏറിയൽ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഇറാനിൽ നിന്നും ഇനി വരുന്ന മിസൈലുകൾ പൂർണ്ണമായി ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ സാധിക്കില്ല. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും കുവൈറ്റും എല്ലാം തന്നെ, UAEയും എല്ലാം തന്നെ അവരുടെ കൈവശം, അതും അമേരിക്ക നൽകിയതാണ്, ചൈന നൽകിയതുണ്ട്, അമേരിക്ക നൽകിയതുണ്ട്, ഒക്കെയുണ്ട്. ഈ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഉപയോഗിച്ച് തീർത്തു. അതിനർത്ഥം ഇനിയും ഇറാൻ്റെ കൈവശം ആയുധങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ, മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഏറെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇറാന്. അണ്ടർഗ്രൗണ്ട് ടണലുകളിൽ വെച്ച് വലിയ തോതിൽ ഡ്രോണുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിലാണ്. ആ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് തുടർച്ചയായി ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കാനാവാത്ത അന്തരീക്ഷം ഉണ്ടാകും. ഇനിയിപ്പം നാശനഷ്ടങ്ങൾ, പ്രതിരോധിക്കാനാവാത്ത ഒറ്റ കാരണത്താൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അമേരിക്കയെ തന്നെയാവും ഗൾഫ് രാജ്യങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. തങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊള്ളാം എന്ന ഉറപ്പിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നു, നിങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങളെ വലിച്ചഴച്ചു, ഇറാനുമായി സഹകരണത്തിൽ പോകാമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കായിരുന്നു യുദ്ധം വേണ്ടത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം, ഇറാൻ്റെ ആണവശക്തിയെ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, GCC രാജ്യങ്ങളല്ല, മറിച്ച് ഇസ്രായേൽ മാത്രമാണ്. ഇസ്രായേലിന് താല്പര്യപ്രകാരം അമേരിക്ക നടത്തിയ യുദ്ധത്തിന് ഞങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു, അതുകൊണ്ട് ഇനി നിങ്ങളുടെ താവളങ്ങൾ അനുവദിക്കില്ല എന്നെങ്ങാനും പറഞ്ഞാലോ സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഇപ്പോഴൊരു റിസ്ക് എടുക്കാൻ അമേരിക്ക തയ്യാറാവില്ല. അതാണ് പശ്ചിമ ഏഷ്യയിലെ യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ കൈവശമുള്ള ഡിഫൻസ് സംവിധാനങ്ങളും കുറയുന്നു. ഇസ്രായേൽ ഇത്രയും അധികം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇസ്രായേൽ ഓൾറെഡി വലിയ തോതിൽ ഈ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ തോതിൽ അമ്യൂണീഷൻസ് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ഹിസ്ബുള്ളയ്ക്കെതിരെ നിരന്തരം പോരാടുകയാണ്. നാളുകളിലും പോരാട്ടം വേണ്ടി വന്നേക്കാം. ഹൂതികൾക്ക് നേരെ ഒരുപക്ഷെ ഇനിയും ആക്രമണം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോമിലും വിള്ളലുകൾ വീഴുന്നു. പരമാവധി മിസൈലുകളെ തടുക്കാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷേ അപ്പോഴും അയൺ ഡോം പൂർണ്ണമായി ഇൻപെനിട്രബിൾ അല്ല എന്നുകൂടി ഓർക്കണം. ഇനി അതിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കണം. ഇസ്രായേലിനുള്ളിലെ പൊതുജനാഭിപ്രായം എന്തായിരിക്കണം? ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വലിയ രീതിയിലാണ് ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്.
താൻ തീർച്ചയായും ഖത്തറാണ് ഇതിന് പിന്നിൽ, ഖത്തറിനെ ഉൾപ്പെടെ പ്രതിക്കൂട്ടി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലി പ്രധാനമന്ത്രിക്കെതിരെ നഫ്താലി ബെന്നറ്റ്, പ്രതിപക്ഷ സഖ്യത്തെ നയിക്കുന്നത് നഫ്താലി ബെന്നറ്റാണ്. ബെന്നറ്റ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അൽ ജസീറയിലൂടെ വ്യാജ വാർത്തകൾ നൽകുന്നു എന്നതാണ് നഫ്താലി ബെന്നറ്റിൻ്റെ ആരോപണം. ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ റൈറ്റ് വിങ് ഒരു റെറ്ററിക്കാണ് പറഞ്ഞത്. അതിനേക്കാൾ തീവ്ര വലതുപക്ഷ വികാരമാണ് നഫ്താലി ബെന്നറ്റ് ഉയർത്തിവിടുന്നത്. അതുകൊണ്ട് ഖത്തറിനെയും അൽ ജസീറ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ വാർത്തകളെയും, അതുമാത്രമല്ല ഖത്തർ ഫണ്ട് ചെയ്യുന്നു ഇസ്രയേലി പൊളിറ്റീഷ്യൻസിനെ. ലിക്വിഡ് പാർട്ടിയിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയിലെയും പൊളിറ്റീഷ്യൻസിനെ ഖത്തർ ഫണ്ട് ചെയ്യുന്നു. ഇസ്രയേലി ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ ഭാഗികമായിട്ടെങ്കിലും നിയന്ത്രിക്കുന്ന ഇപ്പോൾ ഖത്തറാണ് എന്ന് പറഞ്ഞുകൊണ്ട് GCC മേഖലയിൽ ഖത്തറിനെതിരെ വാളെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ഇനി ഒരുപക്ഷെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ നിലപാട് കൂടുതൽ കടുക്കാനാണ് സാധ്യത. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇസ്രയേലിന് ആയുധങ്ങൾ കൂടുതൽ വേണ്ടി വന്നേക്കാം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഒരുപക്ഷെ പരിഹരിക്കപ്പെടില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നിർത്തിവെച്ചേക്കാം. അമേരിക്കയുമായി ധാരണയിലുണ്ടായാൽ പോലും ഇസ്രയേലിനെ വെറുതെ വിടാൻ ചിലപ്പോൾ ഇറാൻ ഒരുങ്ങില്ല. അങ്ങനെ വന്നാൽ പ്രശ്നമാണ്. ഇസ്രയേലിനെ എന്തു വില കൊടുത്തും സംരക്ഷിച്ച് നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇസ്രയേൽ സാഹസം കാട്ടരുത്. അത് ആണ് പശ്ചിമേഷ്യയിലെ യാഥാർത്ഥ്യം. ഇനി അമേരിക്കയിലേക്ക് നമുക്ക് പോകാം. അമേരിക്കയിൽ നിലവിൽ യുദ്ധം പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ നാളിതുവരെ ഉണ്ടായ ചെലവ് സെനറ്റ് കണക്കാക്കിയിരിക്കുന്നത്, അമേരിക്കൻ കോൺഗ്രസ് കണക്കാക്കിയിരിക്കുന്നത് $37.8 ബില്യൺ. അത് ചെറിയൊരു തുകയായി തോന്നാം. അമേരിക്കയുടെ ഒരു ഭീമമായ കണക്കിൽ നോക്കുമ്പോൾ ചെറിയ തുകയായി തോന്നാം. പക്ഷേ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകൾ കാട്ടുന്നത് വലിയ തുകയാണ്. $878 ബില്യൺ ധനാഭ്യർത്ഥനകളാണ് വന്നത് 2026-27 വർഷത്തേക്ക്. അത് റിവൈസ് ചെയ്തുകൊണ്ട് $948 ബില്യൺ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇനി വർദ്ധിപ്പിച്ച ഡിമാൻഡായി ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് $1.5 ട്രില്യൺ. അമേരിക്ക ആകെ 30 ട്രില്യൺ ഇക്കോണമിയാണ്. അതിൽ 1.5 ട്രില്യൺ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി, ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് വേണ്ടി മാത്രം ചിലവാക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പാങ് അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല. അമേരിക്കയ്ക്ക് പലതരം അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. ഈ യുദ്ധം കാരണം ഏതാണ്ട് $67 ബില്യൺ ബാധ്യത അധിക മറ്റ് പല രീതിയിൽ ഇൻഡയറക്റ്റായി ഉണ്ടായി. ഓയിൽ ചാർജ് വർദ്ധിച്ചതിലൂടെ, മറ്റ് നേട്ടങ്ങളിലൂടെ, അല്ലെങ്കിൽ മറ്റ് ശമ്പള ഇനത്തിൽ മറ്റ് അനുബന്ധ ചെലവുകളിലൂടെ ഉണ്ടായി. അങ്ങനെ മോർ ദാൻ $100 ബില്യൺ ഈസ് വേസ്റ്റഡ്. അമേരിക്കൻ ജനത ഇതെല്ലാം കണ്ടു നിൽപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ പണം വേണമെന്ന് പറയുന്നത് സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഒരുപക്ഷെ അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കൻ സ്ട്രാറ്റജി മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് കുറേയൊക്കെ ഈ സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം എങ്ങനെയെങ്കിലും യുദ്ധം സമാധാന പ്രക്രിയയിലൂടെ, ചർച്ചകളിലൂടെ, സമവായത്തിലൂടെ, ഈ നെഗോസിയേഷനിലൂടെ അവസാനിപ്പിക്കണം എന്ന ചിന്താഗതിക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പെൻറ്റഗണിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. പെൻറ്റഗണിൻ്റെ, അതായത് അമേരിക്കൻ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് പെൻറ്റഗണിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയിരിക്കുന്നു. ഇറാൻ്റെ കാര്യത്തിൽ തെറ്റിയിരിക്കുന്നു, പൂർണ്ണമായി തെറ്റിയിരിക്കുന്നു. പണ്ട് വിയറ്റ്നാമിൻ്റെ കാര്യത്തിൽ 60കളിലും 70കളിലും തെറ്റിയതിന് സമാനമായ രീതിയിൽ ഇപ്പോഴിതാ ഇറാൻ്റെ കാര്യത്തിൽ ടോട്ടൽ ബ്ലണ്ടറാണ് അമേരിക്ക കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായ ടെനബിൾ അല്ല, ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല, കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു, ട്രംപിൻ്റെ മുഖം കൂടുതൽ വികൃതമാകുന്നു, രാഷ്ട്രീയമായ ട്രംപിൻ്റെ നഷ്ടങ്ങൾ അമേരിക്കയിൽ സംഭവിക്കും. ഒക്ടോബർ നവംബറിൽ നടക്കേണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയാണ് ഒരുപക്ഷെ ട്രംപിനെ കാത്തു നിൽക്കുന്നത്. ട്രംപിന് ഇപ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് പോലും തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവില്ല. റിപ്പബ്ലിക്കൻസിന് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പോലും പാസ്സാകാനാവാതെ വരും. മുൻപത് സംഭവിച്ചിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ ട്രംപ് ആഗ്രഹിക്കുമോ? അതുകൊണ്ടാണ് ആയുധങ്ങൾ കുറഞ്ഞു വരുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ഇടയ്ക്കിടയ്ക്ക് യുദ്ധം നിർത്തിവെച്ചതിന് ശേഷം ആയുധങ്ങൾ നിർമ്മിക്കാനും റീപ്ലെനിഷ് ചെയ്യാനും, ആവനാഴിയിൽ അസ്ത്രങ്ങൾ കൂടുതൽ നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അത് പൂർണ്ണമായി ഫലപ്രദമാവില്ല. കാരണം അത്ര എളുപ്പം ഉണ്ടാക്കാവുന്ന ആയുധങ്ങളല്ല THAAD അല്ലെങ്കിൽ പേട്രിയോട്ട് മിസൈലുകൾ. ഏറെ പണച്ചെലവും സമയവും വേണ്ടതാണ്. അതാണ് ഭീതിതമായ കാര്യം. മൂന്നാമതൊരു ഡയമെൻഷൻ കൂടി പറയാതെ ഈ ഡിബേറ്റ് പൂർണ്ണമാവില്ല. അത് ചൈനയാണ്. ചൈന ഇടക്കാലത്തെ ആഗ്രഹമാണ്
ഫോർമോസ അല്ലെങ്കിൽ തൈവാൻ റിപ്പബ്ലിക് ഓഫ് ചൈന കൈവശപ്പെടുത്തുക എന്നത്. തൈവാൻ കൈവശപ്പെടുത്താൻ ഒരവസരം പാർത്തിരിക്കുന്ന ചൈന ചാടി വീണാൽ ചൈനയെ കുറ്റം പറയാനാവുമോ? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലേ? വെനിസ്വലയെ കൈവശപ്പെടുത്താൻ അമേരിക്കയ്ക്ക് ശ്രമിക്കാമെങ്കിൽ തങ്ങളുടെ സ്വന്തം രാജ്യമെന്ന് ചൈന എക്കാലത്തും പറയുന്ന ചൈനീസ് വംശജർ മാത്രമുള്ള ഫോർമോസയിൽ അല്ലെങ്കിൽ തൈവാനിൽ ചൈന കടന്നുകയറ്റം നടത്തിയാൽ ഇപ്പോൾ താങ്ങി നിർത്തുന്നത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഒക്കെ തന്നെയാണ്. ഒരു ബാലൻസിൽ പോവുകയാണ്. അവിടേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിക്കേണ്ടി വരും. എയർ ഡിഫൻസ് തൈവാന് വേണ്ടി ഒരുക്കേണ്ടി വരും. ചൈനയുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ചൈന വലിയ ശക്തി തന്നെയാണ്. ഇത്രയും കാലം കാര്യമായ യുദ്ധത്തിൽ ഇന്ത്യയുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടലിന് ശേഷം കാര്യമായ യുദ്ധത്തിലൊന്നും 62-ന് ശേഷം കാര്യമായ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ ശക്തി വർദ്ധിപ്പിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി അല്ലെങ്കിൽ ചൈനീസ് സംവിധാനവുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക ആഗ്രഹിക്കില്ല. അങ്ങനെ വേണ്ടി വന്നാൽ അതിന് വൻതോതിൽ ആയുധങ്ങൾ വേണ്ടി വരും. അപ്പോൾ തൈവാനിൽ 2027 വർഷം കലണ്ടർ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു യുദ്ധം, ഈ യുദ്ധം നീണ്ടു നിന്നാൽ അമേരിക്ക കായികമായി സൈനികമായി ഏറെ ക്ഷയിക്കും, സാമ്പത്തികമായി പിന്നാക്കം പോകും. അമേരിക്കയിൽ ആഭ്യന്തരമായി ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടാവും. ഇത് മുതലെടുത്തുകൊണ്ട് ചൈന ഒരു നീക്കം നടത്തിയാൽ റഷ്യ യുദ്ധത്തിലാവും, ചൈന യുദ്ധത്തിലാവും, അമേരിക്ക മധ്യപൗരസ്ത്യ പ്രദേശത്ത് തളച്ചിടപ്പെടും. ഇത് പാടില്ല എന്ന് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പലരും ട്രംപിനെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു. ഈ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും സൈനിക ശക്തിയാണ് അമേരിക്ക, സംശയമൊന്നുമില്ല. 1-ാം നമ്പർ സൈനിക ശക്തി തന്നെയാണ്. പക്ഷേ ഇറാനെ പരാജയപ്പെടുത്താൻ സൈനിക ബലം മാത്രം പോരാ. കാരണം അങ്ങനെയെങ്കിൽ സൈനിക ബലം കൊണ്ട് മാത്രം ഇറാനേക്കാളും ചെറിയ ഒരു പവർ മാത്രമായിരുന്നല്ലോ വിയറ്റ്നാം. അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ പ്രത്യേകതകൾ കൊണ്ടാണ് അമേരിക്കയ്ക്ക് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നു. അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് അജയ്യതയുടെ പരിവേഷമാണ് അഴിഞ്ഞു വീഴുന്നത്. ഒരിക്കൽ കൂടി അജയ്യതയുടെ പരിവേഷം ഇറാന് മുമ്പിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അടിയറ വെച്ചുകൊണ്ട് അഴിഞ്ഞു വീണുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിൽ പരിഹാസ്യമായിക്കൊണ്ട് പിൻവാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ഡീലിൽ എത്തിച്ചേരുക. രണ്ടു കൂട്ടർക്കും, ഇറാനും അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും സ്വീകാര്യമാകുന്ന വിട്ടുവീഴ്ചാപൂർവമായ ഒരു ഡീലിൽ എത്തിച്ചേർന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴെങ്കിലും മുഖം രക്ഷിച്ച് നിർത്താൻ കഴിയും. വൈകിയാൽ ഒരുപക്ഷെ അതിനെ സാധിക്കാതെ വരും. ഇറാൻ ഹാസ് ഗിയർഡ് അപ്പ് ഫോർ എ വെരി 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 ലോങ് ബാറ്റിൽ. അമേരിക്കയ്ക്ക് അത് പറ്റില്ല. ഇറാന് റെസിലിയൻസ് ഉണ്ട്. എത്ര കാലം വേണമെങ്കിലും യുദ്ധത്തിലേക്ക് നീങ്ങാം. കഷ്ടപ്പാടുകളൊക്കെ തന്നെയാണ്, പക്ഷേ യുദ്ധത്തിന് വേണ്ടി അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. പക്ഷേ അമേരിക്കയ്ക്ക് ആ തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് യുദ്ധത്തിന് പോയതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യമാണ്. ആയുധങ്ങളുടെ കാര്യം പറഞ്ഞ് പിൻവാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചു, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചു, അത് മതിയാകും. അങ്ങനെയെങ്കിൽ നേരത്തെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്തിനായിരുന്നു യുദ്ധമെന്നൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കും. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി എഴുതപ്പെടും. ഒരു പേക്കിനാവ് പോലെ ഭാവിയിൽ അമേരിക്ക ചരിത്ര പുസ്തകം മറിച്ചു നോക്കുമ്പോൾ അന്ന് കാട്ടിക്കൂട്ടി 2026 ഫെബ്രുവരി 28 മുതൽ സംഭവിപ്പിച്ച അമേരിക്ക ഇടപെട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഹിമാലയൻ ബ്ലണ്ടേഴ്സ് ആയിരുന്നു എന്ന് വിധി എഴുതേണ്ടി വരും. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താനും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.